കഴിഞ്ഞ ദിവസം ഒരു ലോങ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആരും കണ്ടിട്ടില്ലടോ. ആകെ കുറച്ച് പേരൊന്നും എത്തി നോക്കി പോയിട്ടുള്ളൂ. കമൻറ്റും ഇല്ല, ലൈക്കും ഇല്ല. ആ വീഡിയോ ഇങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് വാടി തളർന്നിട്ട്. എന്ന് വിചാരിച്ചു ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ റെസിപ്പി ഒന്ന് കാണിച്ചു കൊടുത്താലോ എന്ന്. ബീഫാണ് കേട്ടോ വെക്കാൻ പോണത്. കൊച്ചുള്ളി മാത്രമായിട്ടുള്ള ബീഫ് റോസ്റ്റാണ്. എണ്ണ ഒഴിച്ച് ഉലുവയും വലിയ ജീരകവും പൊട്ടിച്ച ശേഷം ചെറിയ ഉള്ളി അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച പേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കണം. വഴഞ്ഞ് കുഴഞ്ഞ് റെഡിയായി വരുമ്പോൾ അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, എന്നും പറയുന്ന പോലെ മീറ്റ് മസാല ഉണ്ടെങ്കിൽ കുറച്ചിട്ടെടുത്തോ. പൊടികളുടെ പച്ചമണം മാറിയ ശേഷം മാത്രം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉപ്പും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ ഇട്ട് വേവിച്ച് ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമായിരുന്നു. അത് മാത്രമേ ഈ കറിക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇത് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം അങ്ങനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇത് ബീഫ് റോസ്റ്റ് ആക്കി എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇളക്കി ആ ഗ്രേവിയൊക്കെ വറ്റിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ്, കാരണം പൊറോട്ടയ്ക്ക് കഴിക്കാനാണേ. ലാസ്റ്റ് ഒരു അരമുറി നാരങ്ങ നീരും മല്ലിയിലൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ സംഭവം സെറ്റായി.